എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കഥയുണ്ട്. കൊടും തണുപ്പ്. ഒരു തണുത്ത രാത്രിയിൽ ഒരു കോടീശ്വരൻ പുറത്ത് നടക്കുമ്പോൾ ഒരു ദരിദ്രനായ വൃദ്ധനെ കണ്ടുമുട്ടി. അയാളെ കണ്ട് അലിവ് തോന്നി. അവൻ ദരിദ്രനോട് ചോദിച്ചു, നിനക്ക് പുറത്ത് തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ? നിങ്ങളൊരു കോട്ട് പോലും ധരിക്കുന്നില്ലല്ലോ. ധനികൻ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ വൃദ്ധൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് കോട്ടില്ല, പക്ഷേ എനിക്കിത് ശീലമാണ്. കോടീശ്വരൻ മറുപടി പറഞ്ഞു, എനിക്കായി നീ കാത്തിരിക്ക്, ഞാൻ വീട്ടിൽ പോയി നിനക്ക് ഒരു കോട്ടും ഒക്കെ ആയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ അയാൾ വളരെ സന്തോഷിച്ചു. ആ ദരിദ്രൻ വളരെ സന്തോഷിച്ചു. അവന് വേണ്ടി കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അവൻ കാത്തിരുന്നു. കോടീശ്വരൻ തൻ്റെ വീട്ടിലെത്തി. അവിടെ അയാളുടെ നിത്യമായിട്ടുള്ള തിരക്കിലേക്കൊക്കെ അയാൾ പോയി. സാധാരണ ജോലിക്കിടയിൽ ഈ പാവപ്പെട്ടവനോട് പറഞ്ഞ കാര്യമൊക്കെ അയാൾ മറന്നുപോയി. പിറ്റേന്ന് രാവിലെയാണ് അയാൾ ഇത് ഓർക്കുന്നത്, ആ പാവപ്പെട്ട വൃദ്ധനെക്കുറിച്ച് അയാൾ ഓർക്കുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ കണ്ടെത്താൻ ഇങ്ങനെ പുറപ്പെടുകയാണ്. ഇന്നലെ അയാളെ കണ്ട സ്ഥലത്തെത്തിയപ്പോൾ തണുപ്പ് കാരണം അയാളെ മരിച്ച നിലയിലാണ് അയാൾ കാണുന്നത്. അവിടെ നിന്ന് അയാൾക്കൊരു കത്ത് കിട്ടുകയാണ്. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്ക് ചൂടുള്ള വസ്ത്രങ്ങളില്ലാതിരുന്നപ്പോൾ തണുപ്പിനെ ചെറുക്കാനുള്ള മാനസിക ശക്തി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ നിങ്ങളുടെ വാഗ്ദാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അതെൻ്റെ മാനസിക ശക്തിയെ കൊന്നു. നിങ്ങൾക്ക് വാക്കുപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും വാഗ്ദാനം ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ഇത് മറ്റൊരാൾക്ക് എല്ലാമാകാം. ഡോണ്ട് പ്രോമിസ് ഇഫ് യു കനോട്ട്.